വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ സാർ. മക്കളെ 8-4-2-1 മെത്തേഡ് സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് 8-4-2-1 മെത്തേഡ്. എന്തിനാണ് 8-4-2-1 മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ എക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഉണ്ട് മക്കളെ. എക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് മക്കളെ 8-4-2-1 മെത്തേഡ്. നോക്കാം, എക്സാഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 0 ഉണ്ട്. ഓക്കെ, 0 1 2 3 4 5 okay 5 5 6 7 8 9 A B C D E F. മക്കളെ, ഒരു ഹെക്സാഡെസിമൽ നമ്പറിന്റെ ബൈനറി ഈക്വലന്റ് എത്ര ബിറ്റ് ആയിരിക്കും? 4 ബിറ്റ് ആയിരിക്കും. 1 2 3 4 ബിറ്റ് ആയിരിക്കും. ബൈനറി എന്ന് പറയാ 1 0 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ഹെക്സാഡെസിമൽ നമ്പറിന്റെ ബൈനറി എങ്ങനെ കണ്ടുപിടിക്കാം? വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ മെത്തേഡ് നമുക്ക് പഠിക്കാം. എന്താണ്? 8-4-2-1 അല്ലേ? 8-4-2-1 ആണ്. ഓക്കെ, 8-4-2-1. അപ്പോൾ സീറോയുടെ ഈക്വലന്റ് എന്താണ്? എല്ലാം എന്തുമായിരിക്കും? 4 ബിറ്റും എന്തുമായിരിക്കും? 0 ആയിരിക്കും. 0 0 0. ഓക്കെ, സീറോയുടെ എന്താണ്? സീറോയുടെ ഫുൾ എന്താണ്? 0 ആയിരിക്കും. നെക്സ്റ്റ് വണ്ണിന് നോക്കാം. ദാണ്ട് 8. നിങ്ങൾ എല്ലാവരും 8-4-2-1 നോക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കുക. 8-4-2-1 മക്കളെ 8-4-2-1 നോക്കുക. നോക്കുമ്പോൾ ആ 8-4-2-1 അത് 1 എവിടെ കിടക്കുകയാണ് മക്കളെ? 1 ദാണ്ട് ഇവിടെ കിടക്കുകയല്ലേടാ? ആണ്. അപ്പോൾ 1ന്റെ ഈക്വൽ എന്തായിരിക്കും? 1ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 1ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. 8-4-2-1 അത് മക്കളെ നോക്കടാ. 2 എവിടെ മക്കളെ? അടുത്ത 2 അല്ലേ? 2 അല്ലയോ? 8-4-2 2 എവിടെ കിടക്കുന്നത്? ആണ് 2 ഇവിടെ കിടക്കുമല്ലോ മക്കളെ. 2 ഇവിടെ കിടക്കുമല്ലോ. അവ 2ന്റെ നേർക്ക് മക്കളെ എവിടെയാണ്? ഇവിടെ ഇങ്ങനെ വന്നു ഇവിടെ. അപ്പൊ 2ന്റെ നേർക്ക് മാത്രം ഒന്നാണ് 1 ഇട്ടു, ബാക്കി 0 ഇട്ടു. ക്ലിയർ? നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 2 1 എത്ര മക്കളെ? 2 1 3. 2 1 3. അപ്പൊ 2ന്റെ സ്ഥാനത്ത് 1 ഇട്ടു, 1ന്റെ സ്ഥാനത്ത് ഒരു ബാക്കി 0 ഇട്ടു. ക്ലിയർ? നെക്സ്റ്റ് 4 ആണെങ്കിൽ 4ന്റെ നേർക്ക് 1 ഇട്ടു, ബാക്കി 0 ഇട്ടു. ക്ലിയർ? 8-4-2 നോക്കുക, നേർക്കങ്ങ് ഇട്ട് പോവാ. ദെൻ 5 ആണെങ്കിൽ നോക്കാം. 4 1 എത്ര മക്കളെ? 5. അഥവാ 4ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും വന്നിട്ട് ബാക്കി 0 ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് 6 ആണെങ്കിലോ 4 2 6. 4ന്റെ സ്ഥാനത്തും 2ന്റെ സ്ഥാനത്തും വന്നിട്ട് ബാക്കി 0 ഇട്ടു. ഓക്കെ, ദെൻ 7 ആണെങ്കിലോ 4 2 6 6 1 7. അപ്പൊ എന്തുമായിരിക്കും? 0 1 1 1. ഓക്കെ, നെക്സ്റ്റ് 8 ആണെങ്കിലോ 8 എവിടെ കിടക്കുന്നു? ഇങ്ങേറ്റത്ത് കിടക്കുന്നില്ല. അപ്പൊ 8ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കി 0 ഇട്ടു. നെക്സ്റ്റ് 9 ആണെങ്കിലോ 8 1 എത്രയാണ്? 9. അപ്പൊ 1 0 0 1 വരും. 1 0 0 1 വരും. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. 8-4-2 നോക്കാം. എ എന്ന് പറയുമ്പോൾ 10 ആയിരിക്കില്ല. ബി എത്രയാണ്? 11 ആണ്. സി 12 ആയിരിക്കും. ഡി 13 ആയിരിക്കും. ഇ 14 ആയിരിക്കും. ദെൻ ഈ എഫ് എന്താണ്? 15 ആയിരിക്കും. ഇവിടെ നോക്കാം. 10 ആകുമ്പോൾ 10 ആകുമ്പോൾ നോക്കാം. 10 ആകുമ്പോൾ 8 2 10. അപ്പൊ 1 0 1 0. ഓക്കെ, നെക്സ്റ്റ് 11 ആകുമ്പോൾ 8 2 10 10 1 11 അല്ലേ? 8 2 10 10 1. അപ്പൊ 8ന്റെ സ്ഥാനത്തും 2ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും ഒന്നും. അപ്പൊ എന്തായിരിക്കും? 1 0 1 1. ദെൻ 12 ആണെങ്കിലോ 8 4 12 അല്ലേ? 8 4 12. അപ്പൊ എന്തായിരിക്കും? 1 1 0 0. നെക്സ്റ്റ് 13 ആണെങ്കിൽ മക്കളെ 8 4 12. 8 4 12 12 1 13. 1 1 0 1. നെക്സ്റ്റ് 14 ആണെങ്കിലോ 8 4 12 12 2 14. അപ്പൊ 1 1 1 0. നെക്സ്റ്റ് 15 ആണെങ്കിൽ 8 4 12 12 2 14 14 1 15. 1 1 1 1. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഈ ഒരു കോഡ് ഓർത്തിരുന്ന പ്രത്യേകം എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മറന്നു പോകത്തില്ല. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇത് കാണാൻ പഠിക്കാൻ ബൈഹാർട്ട് എന്ന് പറഞ്ഞേക്കാണ്, കോഡൊന്നും പറഞ്ഞപ്പോൾ ഇല്ല. എന്നാൽ തന്നെ ഈ 8-4-2 എന്ന കോഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബൈനറി അടിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയുക. 3 7 1 ബി എന്നൊരു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. എന്നിട്ട് ഇതിലെങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? പെട്ടെന്ന് 3 7 1 ബി എന്ന് പറയുമ്പോൾ 3യുടെ ഹെക്സാഡെസിമൽ എന്താണ്? 8-4-2 നോക്കാം. എന്തുമായിരിക്കും? 0 0 1 1. 2ന്റെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് 1 ബാക്കി 0 ഇട്ടു. അപ്പം 0
0 1 1. ഇതേ 7 ആണെങ്കിലോ 0 1 1 1. 4 2 6 6 7 വരും. അപ്പോൾ 1 0 1 1 1. 1 ആണെങ്കിലോ 1 ആണെങ്കിൽ ആയിരിക്കും 1ന്റെ നേർക്ക് മാത്രം ഒന്നിട്ട് ബാക്കി 0 ഇട്ടു അല്ലേ. അപ്പോൾ 0 0 0 1. ബി ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് 11 അല്ലേ മക്കളെ. ബി എന്ന് പറഞ്ഞാൽ 11 അല്ലയോ. അപ്പോൾ 8 2 10 10 1 11 അല്ലേ. അപ്പോൾ എന്തുമായിരിക്കും 0 സോറി അപ്പോൾ എന്തുമായിരിക്കും 1 8 2 10 10 1. അപ്പോൾ 1 0 1 1 അല്ലേ. അപ്പോൾ എന്തുമായിരിക്കും 1 0 1 1. അപ്പോൾ ഇതായിരിക്കും ഈ പറഞ്ഞ 371 ബിയുടെ ബൈനറി ഈക്വലന്റ്. ഓക്കെ അല്ലയോ. ഓക്കെ അല്ലേ മക്കളെ. സെറ്റ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് മക്കളെ 841 മെത്തേഡ്. പഠിക്കാതെ പോകല്ലേ. പഠിച്ച് നിങ്ങൾ സെറ്റാക്കി വെച്ചേക്കുക. മാക്സിമം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം. ലൈവ് ക്ലാസ്സുകളായിട്ട് കാണാം. അഗ്നി ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ബൈ. സീ യു.